ഹലോ എവ്രി വൺ, ഇന്നത്തെ ഫ്രീ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമുക്ക് എങ്ങനെ പെട്ടെന്ന് സമ്പന്നനാകാം എന്നുള്ളതാണ്. പലരും വിചാരിക്കും പെട്ടെന്ന് സമ്പന്നനാകാൻ പറ്റുമോ, അതിന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെ? നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുള്ള ചോദ്യം അതാണ്. അപ്പൊ നമ്മൾ സ്ഥിരം പറയുന്ന ഒരു സെന്റൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും: പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവനായിക്കൊണ്ടേയിരിക്കുന്നു, എന്നാൽ സമ്പന്നൻ അനുദിനം കൂടുതൽ കൂടുതൽ സമ്പന്നൻ ആയിക്കൊണ്ടിരിക്കുന്നു, അവനിൽ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാല് നമ്മൾ ഈ സമ്പന്നരായിട്ടുള്ള സമ്പന്നന്മാരായിട്ടുള്ള അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 90% സമ്പന്നരും ദാരിദ്ര്യത്തിൽ നിന്നും ഉയർന്നു വന്ന് പിന്നീട് സമ്പന്നരായി മാറിയിട്ടുള്ളതാണ്. അപ്പോ ഇതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു അബണ്ടൻസ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു റിച്ച് മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അപ്പൊ നമുക്കൊരു റിച്ച് മൈൻഡ് സെറ്റിലേക്ക് എങ്ങനെ എത്താം, എങ്ങനെ ഒരു റിച്ച് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാം, അതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന സമ്പത്തിനെ എങ്ങനെ ആകർഷിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ ടീച്ചർമ്മ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് നിങ്ങൾ ഈ ഒരു ഫ്രീ ക്ലാസ് ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ടീച്ചറുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കാനും അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഫ്രീ ക്ലാസ് ഒക്കെ റെഗുലർ ആയിട്ട് കിട്ടാനായിട്ടും നമ്മുടെ മെഗാമീറ്റർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ ഏകദേശം 10 മെഗാമീറ്റർ ഗ്രൂപ്പോളം ഉണ്ട്. അത് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അടുത്ത ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക. എല്ലാ വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കിടപ്പുണ്ട്, നിങ്ങൾക്ക് അതിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോ കുറെ പേര് എന്നെ ആദ്യമായിട്ട് കാണുന്നുണ്ടാവും. അപ്പൊ അവർ വിചാരിക്കും ഇത് ആരാണ്. ശരിക്കും പറഞ്ഞാല് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയില്ല. ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ ആണ്, സെലിബ്രിറ്റി കോച്ച്, അതുപോലെ ബിസിനസ് കോച്ച്. ചിലരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലോകത്തില് എല്ലാവരും സമ്പന്നന്മാരായി മാറിക്കഴിഞ്ഞാല് നമുക്ക് ഉള്ള സമ്പത്ത് ഉണ്ടാവുമോ? അതായത് ഒരു സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് ഉള്ളവരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പഠിച്ച് എല്ലാവരും അങ്ങ് സമ്പന്നരായി കഴിഞ്ഞാൽ എനിക്കുള്ള സമ്പത്ത് കിട്ടും, ഈ ലോകത്തില് എല്ലാവർക്കും വേണ്ടുന്നതുണ്ടോ എന്നുള്ളൊരു ചിന്തയുള്ളവരുണ്ട്. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തിൽ ആരെടുത്താലും തീരാത്ത അത്രയ്ക്കും സമ്പത്തുണ്ട്. എല്ലാവർക്കും സമ്പന്നരായി മാറാൻ കഴിയുമോ എന്നൊരു സംശയം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മാറ്റുക. കാരണം പ്രപഞ്ച ശക്തി, യൂണിവേഴ്സിന്റെ പക്കൽ അബണ്ടൻസ് ആണുള്ളത്, സമ്പൽ സമൃദ്ധിയാണുള്ളത്. അതുകൊണ്ട് കുറഞ്ഞു പോകുമോ എന്നുള്ള ഒരു ചിന്ത നമുക്കൊരിക്കലും ആവശ്യമില്ല. അപ്പൊ നമ്മളിലേക്ക് പണം വരണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ വെറുതെ നമുക്ക് ആരും പൈസ തരില്ല, ശരിയല്ലേ? അപ്പൊ പൈസ നമ്മളിലേക്ക് വരണമെങ്കിൽ അതിന് പകരമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ഒന്നുകിൽ നമ്മൾ ഒരു ജോലി ചെയ്യണം. അപ്പൊ ആ ജോലി ചെയ്യുന്നതിലൂടെ നമ്മളിലേക്ക് പൈസ വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങളുടെ പക്കൽ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ടൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ പ്രോഡക്റ്റ്, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് സോപ്പ് മേക്കിംഗ് അറിയാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന്റെ സെയിലിലൂടെ നമ്മളിലേക്ക് ഒരു വരുമാനം വരും. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ടീച്ചർമാർ ചെയ്യുന്ന പോലെ ലൈഫ് കോച്ചിങ് എന്ന് പറയുന്ന ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, ആളുകളുടെ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ കൊടുക്കുന്നു, അതിലൂടെ നമ്മളിലേക്ക് ഇൻകം വരുന്നു. ഒരു ക്ലീനിങ് സ്റ്റാഫ്, ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ക്ലീനിങ് സ്റ്റാഫിനെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാം. അവര് ആ ഹോസ്പിറ്റലിലേക്ക് ഒരു വാല്യൂ ആഡ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക എന്ന് പറയുന്ന ഒരു വാല്യൂ, അവരെ കൊണ്ട് പറ്റുന്ന ഒരു വാല്യൂ അവർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോ അതിന് പകരമായിട്ട് ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്? അവർ ചെയ്യുന്ന ആ വാല്യൂവിന് അനുസരിച്ചിട്ടുള്ള ഒരു ചെറിയ സാലറി അവർക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ പെയിൻ മാറ്റാനായിട്ട് സഹായിക്കുന്നു, ആളുകളുടെ ലൈഫ് സേവ് ചെയ്യുന്നു, അല്ലെ? അപ്പൊ അത്രയും വലിയൊരു വാല്യൂ ആണ് ആ ഡോക്ടർ ആ ഹോസ്പിറ്റലിന് ആഡ് ചെയ്യുന്നത്. അപ്പൊ തിരിച്ച് ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നു? ആ ഡോക്ടറിന് അതിനനുസരിച്ചുള്ള ഒരു വലിയ സാലറി, ചിലപ്പോൾ 2 ലക്ഷമോ 5 ലക്ഷമോ എത്രയാണോ അദ്ദേഹത്തിന്റെ വാല്യൂവിനനുസരിച്ചുള്ള ഒരു സാലറി അദ്ദേഹത്തിന് കൊടുക്കുന്നു.
അപ്പോൾ ഞാനിത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നമ്മൾ എത്ര കൂടുതൽ വാല്യൂ മറ്റുള്ളവർക്ക് കൊടുക്കുന്നോ അത്രയും പണം നമുക്ക് സമ്പാദിക്കാൻ പറ്റും. ചിലര് പറയാറുണ്ട്, എനിക്കൊരു ജോലിക്ക് പോകണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് ജോലി കിട്ടുന്നില്ല. ഞാൻ എത്ര ജോലിക്ക് ശ്രമിച്ചാലും ആ ജോലി എന്നിലേക്ക് വരുന്നില്ല. അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടും എന്റെ ബിസിനസ് വളരുന്നില്ല, അല്ലെങ്കിൽ ബിസിനസ് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഉള്ള ബിസിനസ് വളരുന്നില്ല. എപ്പോഴും അവർ ആ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ജോലി ലഭിക്കുന്നില്ല, ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ബിസിനസ് ഡെവലപ്പ് ആകുന്നില്ല, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഈ ചിന്തകളാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ഒരു മൈൻഡ് സെറ്റ് ആണ് നമ്മുടെ സക്സസിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. ഒരു പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഇപ്പൊ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ, ആ ടീച്ചറിന് ഒരു ഫിക്സഡ് സാലറി ആയിരിക്കും ഉണ്ടാവുക. പ്രൈവറ്റ് സ്കൂൾ ആണെങ്കിൽ അതിനൊരു പർട്ടിക്കുലർ സാലറി ഉണ്ടാവും, ഗവൺമെന്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറിന് അതിനനുസരിച്ച് ഒരു സാലറി ഉണ്ടാവും. അപ്പൊ ഈ പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ വിചാരിക്കുകയാണ്, എനിക്ക് ഈ ഒരു സ്കൂളിലെ സാലറിന്ന് ഒരു ചെറിയ സാലറി എനിക്ക് ഒരു ചെറിയ സാലറിയാണ് ലഭിക്കുന്നത്. അപ്പോൾ എനിക്ക് കൂടുതൽ സ്റ്റുഡൻസിലേക്ക് എനിക്കൊരു ഓൺലൈൻ ക്ലാസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കൂളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വരുമാനം കിട്ടും. കാര്യം വേൾഡ് വൈഡ് സ്റ്റുഡൻസുമായിട്ട് കണക്ട് ആവാൻ പറ്റും. അപ്പൊ അവർ കൂടുതൽ ആളുകളിലേക്ക് ആ വാല്യൂ ആഡ് ചെയ്യുമ്പോൾ അവരിലേക്ക് വരുന്ന പണത്തിന്റെ എമൗണ്ടും കൂടും. അപ്പോ നമുക്ക് പൈസ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിലേക്ക് കൂടുതൽ പണം വരാനായിട്ട് എനിക്ക് എന്ത് കൂടുതൽ വാല്യൂ ആഡ് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കും. ഓരോരുത്തരും ചിന്തിച്ചു നോക്കേ, എന്നിലേക്ക് കൂടുതൽ പൈസ വരണമെങ്കിൽ എനിക്ക് എന്ത് കൂടുതൽ വാല്യൂ കൊടുക്കാൻ കഴിയും എന്ന് ചിന്തിക്കാം. ശരിക്കും പറഞ്ഞാൽ മിക്കവർക്കും ഒരു ക്ലാരിറ്റി ഇല്ല. അവർക്ക് എന്താണ് ലൈഫിൽ വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഐഡിയ ഇല്ല. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ള സിൽവറിലോ ഗോൾഡിലോ പ്ലാറ്റിനത്തിലോ ഒക്കെ പങ്കെടുക്കുന്നവർക്കാണെങ്കിൽ അതിനെക്കുറിച്ച് അറിയാം, ഓൾറെഡി ഗോൾ സെറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവര് ചിലപ്പോൾ അവർക്ക് അറിയുക കൂടിയില്ല എന്തുകൊണ്ട് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യണം. അപ്പൊ അവര് ക്ലാരിറ്റിയിലേക്ക് എത്തുക, നമുക്ക് ലൈഫിൽ എന്താണ് വേണ്ടത്, എനിക്ക് എത്ര പണം വേണം. ചിലർ പറയും എനിക്ക് സമ്പന്നനാകണം. ഓക്കെ, നിങ്ങൾക്ക് സമ്പന്നനാകണം. എത്ര സമ്പത്ത് വേണം? നിങ്ങൾക്ക് മാസം എത്ര വരുമാനം വേണം? നിങ്ങളുടെ ഡ്രീം കാർ ഏതാണ്? എല്ലാവരും ചാറ്റ് ബോക്സിലേക്ക് ഇട്ടേ, നിങ്ങളുടെ ഡ്രീം കാർ ഏതാണ്? ചിലർക്ക് തോന്നും എനിക്ക് ടീച്ചറമ്മയുടെ പോലെ BMW X7 എന്റെ ഡ്രീം കാറാണ്, എനിക്ക് അത് മാനിഫെസ്റ്റ് ചെയ്യണം. ഇനി ചിലർക്ക് തോന്നും എനിക്ക് ബെൻസ് ആണ് എന്റെ ഡ്രീം കാർ, ചിലർക്ക് തോന്നും കെ ആണ് എന്റെ ഡ്രീം കാർ. ഓരോരുത്തരും നിങ്ങളുടെ ഡ്രീം കാർ ഏതാണെന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇട്ടെ. അപ്പോ നമ്മുടെ ഡ്രീം കാർ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയുള്ള വീടാണ് വേണ്ടത്, ഇതെല്ലാം നിങ്ങൾ തീരുമാനിക്കുക. മിക്കവരും മനസ്സിൽ എനിക്കൊരു വീട് വേണം, എങ്ങനെയുള്ള വീട് വേണം, എത്ര ബെഡ്റൂം ഉണ്ടാകണം, എന്തൊക്കെ ഫെസിലിറ്റീസ് അതിനുണ്ടാകണം, ഇതൊക്കെ നമ്മൾ തീരുമാനിക്കുക. എന്നിട്ട് അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുക. ഈ ലോകത്ത് വെറും 1% ആളുകൾക്ക് മാത്രമാണ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഗോൾസ് ഉള്ളത്. അപ്പോ നമുക്ക് ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ ആ ഗോളിലേക്ക് നമ്മൾ ഫോക്കസ് കൊടുക്കണം. നമ്മുടെ ശ്രദ്ധ മുഴുവനും ആ ഗോളിലേക്കായിരിക്കണം. ഗോളിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് നിരന്തരമായി ചിന്തിക്കുമ്പോൾ, നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചിട്ടുണ്ട്, നമ്മൾ എന്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നു അതിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ആ ലക്ഷ്യം നേടാനുള്ള ശരിയായ വഴി നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു കിട്ടും. നേരെ മറിച്ച് ലക്ഷ്യങ്ങൾ ഇല്ലാത്തവരോ, അവര് ലൈഫിൽ ഒന്നും നേടുന്നില്ല. അവർക്ക് എന്തൊക്കെയോ വേണം, പക്ഷെ അവർക്കൊരു ക്ലാരിറ്റി ഇല്ല. എന്ത് വേണം, എത്ര വേണം, എങ്ങനെ വേണം, യാതൊരു ക്ലാരിറ്റിയും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ നമ്മുടെ ഫോക്കസ് കൃത്യമായിട്ട് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കായിരിക്കണം. പലരും ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഫോക്കസ് അതിലേക്കല്ല. അയലത്തെ വീട്ടുകാരുടെ പ്രശ്നങ്ങൾ, ബന്ധുക്കളുടെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവരവരുടെ ലൈഫിൽ തന്നെ കുറേയധികം പ്രശ്നങ്ങൾ, മറ്റുള്ളവർ അങ്ങനെ പെരുമാറി, ഇത് ചെയ്തു, അത് ചെയ്തു, ഈ ആവശ്യമില്ലാത്ത ചിന്തകൾ, അല്ലെങ്കിൽ കൊളീഗ്സിൽ നിന്നുണ്ടാകുന്ന കുറേയധികം പ്രോബ്ലംസ്, ഇതിലേക്കൊക്കെ ഫോക്കസ് ചെയ്ത് അവരുടെ ചിന്തകൾ മുഴുവൻ പോകുന്നത് ഈ വേണ്ടാത്ത കാര്യത്തിലേക്കായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്റെ ശ്രദ്ധ ശരിക്കും എന്റെ ലക്ഷ്യങ്ങളിലേക്കാണോ? ഞാൻ എന്റെ ലക്ഷ്യങ്ങളെയാണോ എപ്പോഴും ചിന്തിക്കുന്നത്, അതോ ലൈഫിലുള്ള പ്രോബ്ലംസിലേക്കാണോ? പ്രോബ്ലംസിലേക്ക് ഫോക്കസ് ചെയ്താൽ
നമുക്ക് ലക്ഷ്യത്തിലേക്ക് കൃത്യമായിട്ട് എത്തിച്ചേരാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സെൽഫ് ഡെവലപ്മെന്റ്. നമ്മളെ തന്നെ എത്രത്തോളം ഡെവലപ്പ് ചെയ്യുന്നു അത്രയും സക്സസേ നമുക്ക് നേടാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എവിടെയാണ്? നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മളെന്ന വ്യക്തിയെ കൂടുതൽ 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 മികച്ചവരാക്കിക്കൊണ്ടിരിക്കണം. നമുക്ക് രണ്ട് തരത്തിൽ ജീവിക്കാം. ഒന്നെന്ന് പറഞ്ഞാല് എന്റർടൈൻമെന്റിന് പിറകെ പോകാം. കുറെ ഫൺ, എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ടൈം പാസ്. ചില ആളുകളെ കണ്ടിട്ടില്ലേ, എന്താ ചെയ്യുന്നത്? പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. അവരിങ്ങനെ മൊബൈലിനകത്ത് സ്ക്രോൾ ചെയ്ത് വീഡിയോസ് കണ്ട് ഒന്ന് കണ്ട് രണ്ട് കണ്ടും അവർക്ക് തന്നെ അവസാനം മടുത്ത് ഫോൺ അവിടെ വെക്കും. വെറുതെ എന്റർടൈൻമെന്റ് പർപ്പസിന് പുറകെ പോയി ഒരു രസം അല്ലെങ്കിൽ വെറുതെ ടൈം പാസ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെ ടൈം പാസ് ചെയ്ത് പോകുന്ന വ്യക്തി തന്റെ സമയത്തെ മുഴുവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എവിടെയാണ് അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ പറ്റുക? അവരുടെ ഫോക്കസ് എങ്ങോട്ടാ പോകുന്നത്? ഈ ലോകത്ത് മാക്സിമം പേർക്കും ലക്ഷ്യങ്ങൾ നേടാൻ പറ്റാതെ പോകുന്നത് ഈ പറയുന്ന ഫോക്കസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലേൺ സംതിങ് ന്യൂ. പുതിയതെന്തെങ്കിലും പഠിച്ചുകൊണ്ടേയിരിക്കുക. നമുക്ക് ഇന്നത്തെ കാലത്ത് അറിവ് നമ്മുടെ വിരൽത്തുമ്പിലാണ്. നമ്മൾ പുതിയ പുതിയ സ്കില്ല് പഠിച്ചുകൊണ്ടേയിരിക്കുക. എങ്ങനെ എന്റെ വാല്യൂ ഉയർത്താം? ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പ് ടീച്ചർമാർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത ടീച്ചർമാരിൽ ഇപ്പോൾ ഉള്ളത് കാര്യം എന്താണ്? പുതിയ പുതിയ സ്കില്ല് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് അറിവ് നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ കിട്ടുന്ന അറിവുകളെയൊക്കെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ് വളരെ സ്പീഡില് റിസൾട്ട് കിട്ടുന്നത്. ചിലരുണ്ട് എത്ര അറിവ് കിട്ടിയാലും ആ അറിവെല്ലാം ശേഖരിച്ചു വെക്കും, പക്ഷെ ഒന്നും ലൈഫിൽ അപ്ലൈ ചെയ്യില്ല. അപ്പോ നമ്മൾ യൂസ് ചെയ്യാത്ത അറിവ് എന്ന് പറയുന്നത് വേസ്റ്റ് ആണ്. ശരിക്കും നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആകണമെങ്കിൽ, നമ്മളിലേക്ക് സമ്പത്ത് വരണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടുന്ന ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, പുസ്തകങ്ങൾ വാങ്ങി വായിക്കുക. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ഓരോ അറിവുകളും ഞാൻ എന്ത് ചെയ്യും? ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കും. ഓരോന്നും കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുന്നു, എനിക്ക് അതിന് റിസൾട്ട് കിട്ടുന്നു. അടുത്ത അറിവ് അപ്ലൈ ചെയ്യുന്നു, അതിന് റിസൾട്ട് കിട്ടുന്നു. ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ വളരുന്നത്. അപ്പൊ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ജീവിതത്തിൽ സമ്പന്നനാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ധാരാളം വായിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പുസ്തകങ്ങളുണ്ട്. അതിൽ നിന്നും നിങ്ങൾ വായിച്ചതിന് ശേഷം ആ കണ്ടന്റ് എടുക്കുക. അതിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലാക്കാനുള്ളത് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. പലരും വിചാരിക്കും ഇതൊക്കെ വർക്ക് ചെയ്യൂ. ശരിക്കും നമ്മൾ ട്രൈ ചെയ്ത് നോക്കാതെ എങ്ങനെയാ നമുക്ക് റിസൾട്ട് കിട്ടുക? ഞാനും ആദ്യം ഇതുപോലെ ചിന്തി, ഇതൊക്കെ നടക്കൂ, ഇതൊക്കെ ഉള്ള കാര്യമാണോ? നമുക്ക് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ എന്തെങ്കിലും നഷ്ടമുണ്ടോ? നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ അതിൽ പറയുന്ന ഓരോ അതിൽ പറയുന്ന ഓരോ ഐഡിയാസും നമ്മൾ കൃത്യമായിട്ട് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുക. നമ്മൾ എന്താണോ പഠനം സ്റ്റോപ്പ് ചെയ്യുന്നത് അന്ന് നമ്മുടെ പ്രോഗ്രസ്സും നിന്നു പോകും. അപ്പോ ലൈഫില് മുന്നോട്ടേക്ക് വിജയിച്ചു പോകണമെങ്കിൽ അത് ഏത് ഏരിയാസിലാണ്, എസ്പെഷ്യലി നമ്മളിപ്പോ മണിയുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ സമ്പത്ത് നിങ്ങൾ റിച്ച് ആയിട്ടുള്ള ഏതൊരു വ്യക്തി, ഏതൊരു ബില്യനേഴ്സിനെയും എടുത്തു നോക്കിയോളൂ. അവരെല്ലാവരും അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം അവര് പറയുന്നത് ഫോക്കസ്. ലോകത്തിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള ഇലോൺ മസ്കിനെ എടുത്തു നോക്ക്. അദ്ദേഹം ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കൊന്നും ഫോക്കസ് കൊടുക്കത്തില്ല. ടെസ്ലയും സ്പേസ് എക്സും ഒക്കെ അദ്ദേഹത്തിന്റെ കമ്പനിയാണ്. അദ്ദേഹം എപ്പോഴും ചിന്തിക്കുന്നത് എനിക്ക് എങ്ങനെ അദ്ദേഹം ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വ്യക്തി, എനിക്ക് എങ്ങനെ കൂടുതൽ 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 സമ്പന്നനാകാം, അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണം. അപ്പൊ അദ്ദേഹത്തിലേക്ക് പുസ്തകങ്ങൾ വായിച്ചു കിട്ടുന്ന ആ അറിവുകൾ അദ്ദേഹം എന്ത് ചെയ്യും? കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് അടുത്ത പുതിയ കാര്യങ്ങൾ പഠിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിൽഗേറ്റ്സിനെ എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു വർഷം ഏതാണ്ട് 50ഓളം പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. മാർക്ക് സുക്കർബർഗ് അദ്ദേഹം 25 പുസ്തകങ്ങൾ ഒരു വർഷത്തില് വായിക്കാറുണ്ട്. നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ ആരെ എടുത്തു നോക്കിയാലും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മുഴുവൻ ഇതുപോലെയുള്ള പുസ്തകങ്ങളിലും നല്ല കാര്യങ്ങൾ പഠിക്കുന്ന ക്ലാസ്സുകളിലുമാണ്. അപ്പോ നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചേ, നമുക്കും ഇവരെ പോലെ ആകണ്ടേ? അപ്പോ മനസ്സ് പറയും യെസ്, നമുക്കും അവരെ പോലെ ആകണം. അവര് വെറുതെ സക്സസ്ഫുൾ ആയതല്ല, അവരെന്ത് ചെയ്തു? ആ ഒരു അറിവ് നേടി, ആ അറിവിനെ
ലൈഫിലേക്ക് അപ്ലൈ ചെയ്തു. ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കാതെ ഒരു കാര്യവും നടക്കില്ല. മിക്കവർക്കും വരുന്ന പ്രശ്നം എന്താണെന്നറിയോ? ആക്ഷൻ എടുക്കാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ഇതില് ഒരു ഫ്രീ ക്ലാസ്സിൽ കടം എങ്ങനെ തീർക്കാം എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞു, നമ്മളൊരു ആക്ഷൻ എടുക്കാതെ പലരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും ഒരു ലോട്ടറി അടിക്കും, ആ ലോട്ടറിയിലൂടെ എന്നിലേക്ക് പൈസ വരും, എന്റെ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് എല്ലാം തീർക്കും, ഞാൻ സമ്പന്നനാകും. ആ ഒരു ദിവസത്തെയും കാത്ത് ഇങ്ങനെ ലോട്ടറിയും എടുത്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ കാത്തിരിക്കുന്ന എത്ര പേർക്ക് ലോട്ടറി അടിക്കാറുണ്ട്? അടിച്ചാൽ തന്നെ അവർ ആഗ്രഹിക്കുന്ന വലിയ എമൗണ്ട് അവരിലേക്ക് വരണമെന്നുണ്ടോ? ലോട്ടറി അടിക്കണമെങ്കിൽ പോലും നമ്മുടെ ഫ്രീക്വൻസി, ലോട്ടറിയുടെ ഫ്രീക്വൻസിക്ക് അത്രയും എമൗണ്ടിന് മാച്ച് ആകണമെങ്കിൽ മാത്രമേ അത് നമ്മളിലേക്ക് വരുള്ളൂ. അപ്പോ എങ്ങനെയെങ്കിലും നമുക്ക്, നമ്മൾ പറയില്ലേ കൈ നനയാതെ പൊത്തേ പിടിക്കുക എന്ന് പറഞ്ഞ പോലെ, എങ്ങനെയെങ്കിലും ആരെങ്കിലും സഹായിച്ചില്ലെങ്കിൽ എവിടുന്നെങ്കിലും വന്നല്ലെങ്കിൽ എനിക്ക് കുറച്ച് കാശ് കളഞ്ഞിട്ടെങ്കിലും എന്റെ കടം തീരണം, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓക്കെ, നമുക്കൊരു ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് വന്നു, നമുക്ക് അതിനെ എങ്ങനെ മറികടന്ന് മുന്നോട്ട് പോകാം എന്ന് വേണം ചിന്തിക്കാൻ. അതിന് ആക്ഷൻ എടുക്കാൻ തയ്യാറാകണം. റെഗുലർ ആയിട്ട് വർക്ക് ചെയ്യണം. പലപ്പോഴും നമുക്ക് ഇതുപോലെ ഇൻസ്പിറേഷൻ കിട്ടുന്ന സമയത്ത് യെസ് ഞാൻ വർക്ക് ചെയ്യുമെന്നൊക്കെ തീരുമാനിക്കും. പക്ഷേ പലരും കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യും, പിന്നെ അത് ചെയ്യത്തില്ല. ഡെയിലി മെഡിറ്റേഷൻ ചെയ്യണം. എത്ര പേര് ഡെയിലി എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുന്നവരുണ്ട്? അപ്പൊ പലരും ചോദിക്കും, ഈ സമ്പന്നനാകുന്നതും മെഡിറ്റേഷൻ ചെയ്യുന്നതും തമ്മിൽ എന്ത് ബന്ധമാണ് ടീച്ചറമ്മേ? ശരിക്കും പറഞ്ഞാല് നമ്മുടെ മനസ്സിന് ക്ലാരിറ്റി വരും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ. നമുക്ക് പുതിയ പുതിയ വഴികൾ തുറന്നു വരും. ഇപ്പോ നിങ്ങൾ എന്റെ ലൈഫിൽ എക്സാമ്പിൾ നോക്കിയാൽ, ഞാനൊരു സ്കൂൾ ടീച്ചർ ആയിരുന്നു. ആ സ്കൂൾ ടീച്ചർ ആയിരുന്ന സമയത്ത് ഞാൻ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. പോസിറ്റീവായി മാറിയപ്പോ ഇന്ന് സമ്പത്ത് നേടാനുള്ള പുതിയ 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 മാർഗങ്ങൾ നമ്മളിലേക്ക് വന്ന് കൂടുതൽ കൂടുതൽ സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അന്ന് മനസ്സിന് ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങളുടെ മനസ്സിന് ക്ലാരിറ്റി ഉണ്ടാക്കാം. നെഗറ്റീവ്സ് ഒക്കെ എടുത്തു കളഞ്ഞ് മനസ്സിനെ റീപ്രോഗ്രാമിംഗ് ചെയ്ത് എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്ത്, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് കൃത്യമായിട്ടൊരു എക്സസൈസ് എല്ലാ ദിവസവും നമ്മൾ കൊടുക്കാം. നിങ്ങൾക്ക് യോഗ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ യോഗ ചെയ്യാം. നിങ്ങൾക്കറിയാം, നമ്മുടെ പ്ലാറ്റിനം സ്റ്റുഡൻസ് എല്ലാ ദിവസവും ടീച്ചറമ്മയ്ക്കൊപ്പം മെഡിറ്റേഷനും യോഗയും മറ്റു പ്രാക്ടീസുകളും, അവർ രാവിലെ എഴുന്നേൽക്കുന്നതും രാത്രി ഉറങ്ങുന്നതും എനിക്കൊപ്പമാണ്. എല്ലാ പ്രാക്ടീസുകളും കറക്റ്റ് ആയിട്ട് ചെയ്യുന്നു. അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് അവരുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കാര്യം എന്താ? കൺസിസ്റ്റൻസി ഈസ് ദ സീക്രട്ട്. സ്ഥിരതയോടെയുള്ള പ്രാക്ടീസാണ് നമുക്ക് റിസൾട്ട് തരുന്നത്. അപ്പോ നമ്മൾ ആക്ഷൻ എടുക്കണം. കൃത്യമായിട്ടുള്ള ആക്ഷൻ എടുക്കാതെ നമുക്ക് റിസൾട്ട് കിട്ടില്ല. വായിക്കണം. ചിലപ്പോൾ ആവേശത്തിന് കുറച്ച് ദിവസം വായിക്കും, ചിലർ വായിക്കും. ചിലർ പറയും ഞാൻ 100ഓളം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ശരി, നിങ്ങൾ വായിച്ചു, ആ അറിവിനെ നിങ്ങൾ അപ്ലൈ ചെയ്തോ? നമ്മുടെ മെഗാമീറ്റ് ഗ്രൂപ്പിലെ 28 ഡേയ്സ് മാജിക് പ്രാക്ടീസ് എല്ലാ ദിവസവും നമുക്ക് ഫ്രീ ആയിട്ട് അത് അറ്റൻഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. എത്ര പേരത് കൃത്യമായിട്ട് ചെയ്യാറുണ്ട്? ചെയ്തിട്ടുള്ളവർക്ക് സൂപ്പർ റിസൾട്ടാ കിട്ടുന്നത്. അപ്പോ ആ ഒരു 28 ഡേയ്സ് മാജിക് പ്രാക്ടീസ് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ വൈബ്രേഷൻ എന്തോരം ഹൈ ആവും. പലരും പറയും ആ ഒരു മാജിക് പ്രാക്ടീസ് അറ്റൻഡ് ചെയ്തു, ഞങ്ങളുടെ ലൈഫ് അത്രയും മാറി. അതിനുശേഷമാണ് ഞങ്ങൾ സിൽവർ ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോൾ അതിനേക്കാൾ കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അപ്പൊ നമ്മൾ നിരന്തരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്ന് വായന നിർത്തുന്നു, എന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് നിർത്തുന്നു, എന്ന് ഈ പഠിക്കുന്നത് നിർത്തുന്നു, അതോടെ നമ്മുടെ ലൈഫിന്റെ ഗ്രോത്തും അവിടെ നിന്നു പോവുകയാണ്. അപ്പോ നമ്മൾ അറിവ് നേടുക, ആ അറിവിനെ ലൈഫിൽ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക. നോളജ്, ആ അറിവിനെ നമ്മൾ വിസ്ഡത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, ലൈഫിൽ അപ്ലൈ ചെയ്യണം. ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബുക്ക് വായിക്കുമ്പോൾ തന്നെ കിട്ടുന്ന അറിവുകളുണ്ട്. ഇതെല്ലാം ഞാൻ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കും. അത് ഓരോന്നും കൃത്യമായിട്ട് പാലിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സക്സസ് കിട്ടും. ഞാൻ നിങ്ങൾക്കൊരു സ്റ്റോറി പറഞ്ഞുതരാം. ഈ ആക്ഷൻ എടുക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ്. രാമുവും ദാമുവും ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ നമ്മുടെ രാമു ഒരു ദിവസം ദാമുവിനോട് പറയാണ്, എടാ ദാമു, നമുക്ക് ഒരു പുതിയ ബിസിനസ് ചെയ്യാം. നമുക്ക് പശുവിനെ വാങ്ങാം. പശുവിനെ വാങ്ങിയിട്ട്, ഒരു പശുവിനെ വാങ്ങുന്നു, ആ പശുവിനെ നമ്മൾ വളർത്തി അതിന്റെ പാല് വിറ്റ് നമുക്ക് കിട്ടുന്ന പൈസ കൊണ്ട് നമുക്ക് രണ്ടാമതൊരു പശുവിനെ വാങ്ങാം. രണ്ടാമത്തെ പശുവിന്റെ പാല് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് മൂന്നാമത്തെ പശുവിനെ വാങ്ങാം. ഇങ്ങനെ നമുക്ക് കുറേ പശുക്കളെ വാങ്ങിയിട്ട് ഒരു തൊഴുത്ത് മുഴുവൻ പശുക്കളായി കഴിയുമ്പോൾ പിന്നീട് നമുക്ക് അതിന്റെ പാല് കൊണ്ട് മിൽക്ക് പ്രൊഡക്ട്സ് പലതും ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. അപ്പൊ ദാമു ഇത് കേട്ടപാടെ കുറെ ആലോചിച്ചു. എന്നിട്ട് രാമുവിനോട് പറഞ്ഞു, അല്ല രാമു, ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. അപ്പൊ നമ്മൾ പശുവിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആദ്യത്തെ പശുവിന്റെ പാൽ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടാണല്ലോ രണ്ടാമത്തെ പശുവിനെ വാങ്ങിക്കുന്നത്. അപ്പൊ ആദ്യത്തെ പശു തന്നെ ചത്തുപോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ രണ്ടാമത്തെ വാങ്ങും?
അപ്പോ രാമു ദാമുവിനോട് പറഞ്ഞു, നീ എന്താന്ന് വെച്ചാൽ ചെയ്യേ, ഞാൻ എന്തായാലും ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അങ്ങനെ ഈ രണ്ട് കൂട്ടുകാരും പിരിയുകയാണ്. 5 വർഷത്തിന് ശേഷം നമ്മുടെ രാമു നല്ലൊരു ലക്ഷറി കാറില് അവരുടെ കവലയിൽ വന്നിറങ്ങുകയാണ്. അപ്പോ ദാമു ദേ അവിടെയുള്ള കുറെ ആൾക്കാരും ഒത്ത് അവിടെ ഇങ്ങനെ ആലിന്റെ ചുവട്ടിൽ ഇരിക്കുന്നുണ്ട്. രാമുവിനെ കണ്ട ഉടനെ ദാമു ഓടിക്കൊണ്ട് വന്നു. ആഹാ, നീ പുതിയ കാറൊക്കെ മേടിച്ചോ? നീ ഇപ്പൊ എന്താ ചെയ്യുന്നേ? അപ്പോ രാമു ദാമുവിനോട് പറഞ്ഞു, അന്ന് നമ്മൾ രണ്ടുപേരോട് ഒരുമിച്ച് ഒരു ബിസിനസ് പ്ലാൻ ചെയ്ത് ഓർമ്മയുണ്ടോ? ഞാനത് കൃത്യമായിട്ട് ചെയ്തു. ഇന്ന് ഞാൻ ഡയറി പ്രൊഡക്ട്സിന്റെ ഒക്കെ ബിസിനസ് തുടങ്ങി. ഞാൻ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ദാമു പറഞ്ഞു, എടാ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പ്ലാൻ ചെയ്തു, പക്ഷേ എനിക്ക് മാത്രം എന്താടാ സക്സസ് കിട്ടാത്തെ? അപ്പൊ രാമു ദാമുവിനോട് പറഞ്ഞു, നിന്റെ പശു അന്നേ ചത്തല്ലോ. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? പലരും ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് അവിടെ നെഗറ്റീവ് ചിന്തിക്കും. അല്ല, എന്റെ ബിസിനസ് മുന്നോട്ട് പോയില്ലെങ്കിലോ, അല്ലെങ്കിൽ ഈ പശു ഇങ്ങനെ ചത്തുപോയാലോ, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ 100 നെഗറ്റീവ് ചിന്തകളാണ്. എല്ലാത്തിലും തടസ്സം കണ്ടെത്തിക്കൊണ്ടേയിരിക്കും ഈ നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ. അവർക്ക് ഏത് കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും അവർ ചിന്തിക്കുന്നത് ഈ പറയുന്ന നെഗറ്റീവാണ്. ഇത് വിജയിച്ചില്ലെങ്കിലോ, ഇത് മുന്നോട്ട് പോയില്ലെങ്കിലോ, ഇതിൽ എന്തെങ്കിലും തടസ്സം വന്നാൽ അത് അങ്ങനെയായി പോയി. ഇവര് റിസ്ക് എടുക്കാൻ ഒരിക്കലും തയ്യാറാവില്ല. നമ്മൾ കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ കൃത്യമായിട്ട് കണക്ക് കൂട്ടിയുള്ള റിസ്ക് എടുത്തൊരു ബിസിനസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൽ വിജയിക്കാനായിട്ട് പറ്റും. അപ്പോ നമ്മുടെ ദാമുവിനെ പോലെ പലരും പല കാര്യത്തിലും തടസ്സമാണ് കാണുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് വിജയിച്ചു പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കൃത്യമായിട്ടുള്ള ആക്ഷൻ എടുക്കുക, അതുപോലെ തന്നെ റിസ്ക് എടുക്കാനും തയ്യാറാകുക. അതുപോലെ തന്നെ ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കണം. എനിക്ക് സമ്പന്നനായി മാറാൻ കഴിയുമെന്നുള്ള ആ ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഉണ്ടാവണം. നമുക്ക് ആ വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് പറ്റില്ല. ചിലർ ചിന്തിക്കുകയാണോ, ഞാൻ സമ്പന്നനാകുമോ എന്നുള്ളത്, എനിക്ക് പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു മില്ലനെയറായി മാറണം. അയ്യോ, മില്ലനെയറൊക്കെ കോടീശ്വരനോ, ഒരു കോടി നേക്കുമ്പോഴേ എന്റെ തല ഇറങ്ങും, എന്നെ കൊണ്ട് അത് പറ്റില്ല എന്ന് ചിന്തിച്ചാൽ പറ്റില്ല. ഒരു കാലത്ത് ഞാൻ തീരുമാനിച്ചു, എനിക്ക് എന്റെ ഫാമിലിയിലെ ഫസ്റ്റ് സെൽഫ് മെയ്ഡ് മില്ലനെയറായി എനിക്ക് മാറണം എന്ന് ഞാൻ ചിന്തിച്ചത് കൊണ്ട്, വലിയ ചിന്തയിലേക്ക് എത്തിയത് കൊണ്ട് ഇന്ന് അതെനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. അപ്പൊ ഓരോരുത്തരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് സമ്പന്നനായി മാറാൻ കഴിയും, അതിസമ്പന്നനായി മാറാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റൂ. പലർക്കും ആ വിശ്വാസം പോലും ഇല്ല. സറൗണ്ട് യുവർ സെൽഫ് വിത്ത് സക്സസ്ഫുൾ പീപ്പിൾ. മിക്കവർക്കും പറ്റുന്ന എന്താണെന്നറിയോ, നമ്മൾ സഹകരിക്കുന്ന ആൾക്കാരെല്ലാം ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ പറയും, ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാ, ജീവിക്കാൻ ഭയങ്കര പാടാവും, എന്ത് ചെയ്താലും എന്തെങ്കിലും കൊറോണയ്ക്ക് ശേഷം ബിസിനസ് ഒക്കെ ഭയങ്കര ഡള്ളാണ് അല്ലെ, ഏത് ബിസിനസ്സിലേക്ക് ഇറങ്ങിയാലും വിജയിക്കില്ല, അല്ലെങ്കിൽ ജോലിയൊക്കെ കിട്ടാൻ ഭയങ്കര പാടാ, നമ്മളിപ്പോ എന്ത് ജോലിക്ക് എന്ന് കഴിഞ്ഞാൽ എവിടെയാ തടസ്സം ഇല്ലാത്തത്, അതാ ഇതാന്നൊക്കെ പറഞ്ഞ് കുറെ നെഗറ്റീവ് പറയും. നമ്മൾ ഇത്തരക്കാരോടൊപ്പമാണ് സഹകരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവര് നെഗറ്റീവായിട്ട് നമ്മുടെ ബ്രെയിനിനെ റീവയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമ്മളും അതുപോലെയാവും. നമുക്കറിയാം, ഇഫ് യു ആർ എമംഗ് 5 idiots, യു ആർ ദ 6th one. ഇഫ് യു ആർ എമംഗ് 5 billionaires, യു ആർ ദ 6th one എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ ഇത്തരക്കാരുടെ കൂടെയാണ് സഹകരിക്കുന്നതെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റും അതുപോലെ. ഇപ്പൊ നമ്മൾ ചിന്തിക്കും, അയ്യോ എനിക്കും ആകാൻ പറ്റില്ലേ, നമ്മളും ഈ ആഗ്രഹങ്ങളൊക്കെ ഉപേക്ഷിക്കും. എനിക്ക് ജോലി കിട്ടില്ല, അല്ലെ എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കും. നമ്മൾ വിജയിച്ച നല്ല ആൾക്കാരുമായിട്ട് സഹകരിക്കണം. വിജയിച്ചവരുടെ കഥ നമ്മൾ കേൾക്കണം. എന്തുകൊണ്ടാണ് ടീച്ചറമ്മ ഞാൻ എങ്ങനെ കയറി വന്നു എന്നുള്ള കഥ നിങ്ങൾക്ക് പറഞ്ഞിരുന്ന കാര്യം എന്താ? നമ്മളത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു വിശ്വാസം വരും. യെസ്, ടീച്ചറമ്മയ്ക്ക് പറ്റുമെങ്കിൽ എനിക്കും പറ്റുമെന്നുള്ളൊരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ജനിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ടേക്ക് മാസീവ് ആക്ഷൻ. ആക്ഷൻ എടുക്കണം. വെറുതെ നമ്മള് ഈ കഥകളൊക്കെ കേട്ടുകൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ ഈ അറിവുകളൊക്കെ നേടിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് വലിയ രീതിയിൽ ആക്ഷൻ എടുക്കാൻ തയ്യാറാകണം. അതുപോലെ തന്നെ സ്റ്റേ ഡിസിപ്ലിൻഡ് ആൻഡ് കൺസിസ്റ്റന്റ്. പലരുടെയും പ്രശ്നം അവിടെയാണ്. പലരും 21 ദിവസം പോലും കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യില്ല. ഒരു 90 days ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ലൈഫിൽ ഹ്യൂജ് റിസൾട്ട് വരും. പക്ഷെ പലപ്പോഴും സ്ഥിരതയോടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ദിവസം വർക്ക് ചെയ്ത് പിന്നെ എന്തെങ്കിലുമൊക്കെ റീസൺ വന്ന് അതിൽ നിന്ന് ഒഴിവായി അങ്ങ് പോകും. കൃത്യമായിട്ടുള്ള പ്രാക്ടീസുകളില്ല. നമുക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണം, മാസം 1 ലക്ഷം രൂപ വരുമാനത്തിലേക്ക് എത്തണം എന്ന് വിചാരിക്കാം. എനിക്ക് 1 ലക്ഷം രൂപ വരുമാനത്തിലേക്ക് എത്താൻ ഞാൻ എന്ത് ചെയ്യണം? ചിന്തിക്കുക, ഇരുന്ന് എഴുതുക, പ്ലാൻ തയ്യാറാക്കുക. അതിലേക്ക് എത്താൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എന്ത് വാല്യൂ എന്റെ ലൈഫിൽ ആഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഞാൻ എന്ത് വാല്യൂ കൊടുക്കാൻ പറ്റും, എനിക്ക് ബിസിനസ് ചെയ്യണോ, ജോലി ചെയ്യണോ, എന്ത് ചെയ്യണം? ആ ചിന്തിക്കുന്നിടത്ത് ജീവിതം മാറും. നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് വേണ്ടുന്ന ഒരു വഴി നമുക്ക് തുറന്നു കിട്ടും.
അതുപോലെ തന്നെ അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക. നമ്മൾ പണം കൊണ്ട് നേടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ മൊബൈൽ ഫോൺ, നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ലാപ്ടോപ്പ്, നമുക്ക് വിദ്യാഭ്യാസം ലഭിച്ചത് പണത്തിലൂടെയാണ്. നമുക്ക് നമ്മുടെ പേരൻസിന്റെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ എഡ്യൂക്കേഷൻ ലഭിച്ചത്. നമ്മുടെ മക്കൾക്ക് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്നത് നമ്മുടെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ടാണ്. നമ്മൾ 3 നേരം അന്നം കഴിക്കുന്നത് പൈസ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ധനത്തോട് നമുക്ക് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ സമ്പത്ത് നമ്മളിലേക്ക് ആകർഷിക്കാനായിട്ട് കഴിയുള്ളൂ. ഓക്കെ, അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞത് ഓരോന്നും ലൈഫിൽ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക. എല്ലാവർക്കും നിങ്ങൾക്ക് ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും സമ്പത്ത് നേടാൻ കഴിയട്ടെ എന്ന് ബ്ലസ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്.